സംസ്ഥാനത്തെ ആശുപത്രി കെട്ടിടങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ പരിശോധന നടത്താൻ നിർദ്ദേശം. എല്ലാ സ്ഥാപന മേധാവികളും നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം. DHS വിളിച്ച അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ് കുറ്റപ്പെടുത്തി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇന്നിപ്പോൾ അടിയന്തര യോഗമൊക്കെ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണോ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്? മുഴുവൻ ആശുപത്രികളിലും പരിശോധനയുണ്ടാകുമോ? അമൃത, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞ് വീണ ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെ അടിയന്തരമായിട്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ DHSന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ഓൺലൈനായി ചേർന്നിരുന്നു. DHSന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും അതുപോലെ തന്നെ DHSന് കീഴിലുള്ള അതാത് ജില്ലാ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ DHSന്റെ നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ യോഗം ചേരുകയും ആശുപത്രികളുടെ ക്രമീകരണം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ചോർച്ചയും ബലക്ഷയവുമുള്ള ആശുപത്രികൾ കണ്ടെത്തി അവിടെ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിനകത്ത് ഇനി ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയും ഏതൊക്കെ ആശുപത്രികളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി നാളെ തന്നെ DHSന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അതാത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് DMOമാർക്ക് DHS നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ DMOമാരും അതാത് ജില്ലകളിലെ ആശുപത്രി കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ പ്രവർത്തനം, ചോർച്ചയുണ്ടോ ബലക്ഷയമുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അടിയന്തരമായിട്ട് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ DHS നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 1280 പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് നടത്തി വരുന്നത് കേരളം മാത്രമാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. ചരിത്രത്തിലാദ്യമായിട്ട് എല്ലാ ആശുപത്രികളിലും ഫയർ ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും അതുപോലെ തന്നെ മറ്റ് ബിൽഡിംഗ് ഓഡിറ്റും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. ഇത് ആദ്യമായി നടപ്പിലാക്കിയ സമയത്ത് നടന്നിട്ടുണ്ട്. പിന്നീടുള്ള ഇടവേളകളിൽ ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. ഇത് കൃത്യമായിട്ട് പിന്നീട് തുടർ സമയങ്ങളിൽ മറ്റ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും നടന്നിട്ടില്ല എന്നുള്ള വസ്തുത കൂടി ആരോഗ്യവകുപ്പിന് അറിയാം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വീഴ്ചയുണ്ടാവരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ളത്. എന്തായാലും DHSന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഒരു ഓൺലൈനായിട്ട് യോഗം ചേർന്നത്. എല്ലാ ആശുപത്രികളുടെയും പ്രവർത്തനം സംബന്ധിച്ച് കൃത്യമായിട്ട് വിലയിരുത്തൽ ഉണ്ടാവണം. ഏതെങ്കിലും ബലക്ഷയമോ ചോർച്ചയോ ഉള്ള സ്ഥലങ്ങളിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഉണ്ട് എങ്കിൽ അവരോട് അടിയന്തരമായിട്ട് അവിടുന്ന് മാറണം എന്നുള്ള നിർദ്ദേശം കൂടി DHS നൽകിയിട്ടുണ്ട്. അവരെ അവിടുന്ന് മാറ്റി സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് നിലവിൽ DHS നൽകിയിട്ടുള്ളത്. അമൃത. ശരി, ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.